Hello students, today we deal with the topic absolute value and the concept of distance. What we define as absolute value or modulus can be viewed as a distance. In the real line, we have points which are positive, negative or 0. Suppose that this is 0 and we have 1, 2, 3, etc. positive real numbers towards the right of 0, and in between we have decimal points also. Then the negatives to the left side of 0, minus 1, minus 2, minus 3 integral values, and in between there are decimal points. Now suppose that there is a point, we measure the distance, this much distance, say as A. ഇത് A എന്നുള്ള ഡിസ്റ്റൻസ് ആണ്, റൈറ്റിലേക്കാണ് മെഷർ ചെയ്ത്, അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് തന്നെ ഇവിടെ നിന്ന് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കും മെഷർ ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം 1.5 യൂണിറ്റോളമാണ് ഞാൻ ഇപ്പോൾ മെഷർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇത് ഇത്രയും ഡിസ്റ്റൻസ് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് മെഷർ ചെയ്യുകയാണ്. ദെൻ വി ക്യാൻ റൈറ്റ് ദാറ്റ് പോയിന്റ് ആസ് -A because it measures same unit A from 0 to the right of A. This is numerically the measurement is A. Towards the left side, numerically that measurement is A, but that point is marked as -A. The modulus of these 2 points are equal. Modulus of A ആണ് നമ്മൾ മാർക്ക് ചെയ്ത ഡിസ്റ്റൻസ്. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സിൻ്റെയും മോഡുലസ് എയുടെയും -Aയുടെയും മോഡുലസ് സെയിം ആണ്. Therefore, it can be what we measures the distance between 0 and A. Here also distance between 0 and -A is same value. Therefore, both are denoted by modulus of A. അതുകൊണ്ട് നമ്മൾ രണ്ടിനെയും modulus of A എന്നാണ് denote ചെയ്യുക. That means modulus of A means it is the distance between 0 and A. A ഇവിടെയാണെങ്കിലും ഈ -A എന്ന് ഡിനോട്ട് ചെയ്യുന്നതിന് പകരം A എന്ന നൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ A എന്ന് -sign ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നില്ല, ഇവിടെ A എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് 0യിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. Modulus of A can be viewed as modulus of A equal to distance between A and 0. Modulus of A can be written as modulus of A minus 0. A minus 0 is A. 0 is the origin. A minus 0. Minus A minus 0. And it is the distance between -A and 0. Distance between A and 0. Modulus can be viewed as distance between the point and the origin. A and origin. 0 എന്ന് പറയുന്നതിന് പകരം നമുക്കിപ്പോൾ origin എന്ന് നമുക്ക് പറയാം. If so, we can measure the distance between A and B. What will be the distance between? Suppose that this is B. Distance between A and B. Usually, we calculate the difference between those 2 points. The larger point first. B minus A. ഈ കാണുന്ന distance B minus A. അതാണ് distance between A and B. ഇനി A minus B എടുത്ത് പോയാൽ എന്ത് പറ്റും? ഇതിന്റെ അത്രയും തന്നെ അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും A minus B നിങ്ങൾ എടുത്ത് പോയാലും. അപ്പോൾ വലുതേതാ ചെറുതേതാ എന്നൊന്നും നോക്കണ്ട. A minus B എടുത്താൽ നെഗറ്റീവ് ആകും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസിറ്റീവ് വാല്യൂ B minus A ആണ് ഡിസ്റ്റൻസ്. A minus B ആണെങ്കിലും B minus A ആണെങ്കിലും മോഡുലസ് സെയിം ആയിരിക്കും. മോഡുലസ് ഓഫ് -A ഈക്വൽ ടു മോഡുലസ് ഓഫ് A ആണ്. മോഡുലസ് ഓഫ് A minus B ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന അനുസരിച്ച് A ചെറുതാണ്, ഈക്വൽ ടു മോഡുലസ് ഓഫ് B minus A. B ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന അനുസരിച്ച് റൈറ്റ് സൈഡിൽ, അപ്പോൾ B ആണ് വലുത്. അപ്പോൾ Aയും Bയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ
നമ്മൾ എന്താ ചെയ്യണ്ടേ? എയും ബിയും എവിടെയാന്ന് പോലും നോക്കണ്ട, ഡിഫറൻസ് നോക്കുക. അവര് ഡിഫറൻസ് നോക്കിയിട്ട് കിട്ടുന്ന മോഡുലസ് ദാറ്റ് വിൽ ബി എ പോസിറ്റീവ് വാല്യൂ, ദാറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, എ ചെറുതാണോ വലുതാണോ എന്നൊന്നും നോക്കണ്ട. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി മെഷർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? എ മൈനസ് ബിയുടെ മോഡുലസ് എടുത്താൽ മതി. ബി മൈനസ് എ എടുത്താലും കുഴപ്പമില്ല. മോഡുലസ് ആകുമ്പോൾ രണ്ടും സെയിം ആവും എന്ന് നിങ്ങൾക്ക് അറിയാം. എ മൈനസ് ബിയുടെ മോഡുലസും ബി മൈനസ് എയുടെ മോഡുലസും. എ മൈനസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് ബി മൈനസ് എ. ഒരു നമ്പറിന്റെ അതിന്റെ നെഗറ്റീവിന്റെയും മോഡുലസ് സെയിം ആകും. നമ്മൾ ആദ്യമേ കാണിച്ചതേ ഉള്ളൂ. എ മൈനസ് എ മോഡുലസ് വന്നപ്പോൾ സെയിം ആണ്. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് ദ ഒറിജിൻ. സിമിലർലി modulus of a minus b and modulus of b minus a are equal, and it is a minus 0 എന്ന് പറയുന്ന distance between a and 0. Similarly, a minus b can be interpreted as the, or b minus a can be interpreted as the distance between a and b. എഴുതുമ്പോൾ വലുതേതാ ചെറുതേതാന്ന് നോക്കേണ്ട കാര്യമില്ല. മോഡുലസ് കൊടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിക്കോളും. b വലുതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആണ്. b ചെറുതാണെങ്കിൽ ഈ അകത്ത് കിടക്കുന്ന വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. മോഡുലസ് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. ഡിസ്റ്റൻസ് നമ്മൾ പോസിറ്റീവ് സെൻസിലാണ് മെഷർ ചെയ്യുക. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി മെഷർ ചെയ്യാൻ മോഡുലസ് ഓഫ് എ മൈനസ് ബി എടുത്താൽ മതി. ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി മൈനസ് എ എന്ന് ഓർക്കുക. നൗ വി ആർ ഗോയിങ് ടു ഡിഫൈൻ ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ പോയിന്റ് എ. റിയൽ ലൈനിൽ ഒരു പോയിന്റ് എ ഉണ്ട്. 0 ആണെന്ന് തോന്നാതിരിക്കാനാണ് ഞാൻ നടുക്ക് വരയ്ക്കാത്തത്. റിയൽ ലൈനിൽ എവിടെ ഒരു പോയിന്റ് എ ഉണ്ട്. വി ഹാവ് ടു ഡിഫൈൻ എപ്സിലോൺ is used in mathematics to denote small numbers, small and positive numbers. വളരെ ചെറിയ പോസിറ്റീവ് നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ റെപ്രസെൻറ്റേഷൻ ആണ് എപ്സിലോൺ. Now we are going to define an important concept in mathematical analysis. Mathematical analysis, continuation, real analysis അടുത്ത സെമ്മിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. റിയൽ അനാലിസിസ് എന്നാണ് കോമൺ ആയിട്ട് നമ്മളതിനെ എപ്പോഴും പറയുക. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും ഉപയോഗമുള്ള ഒരു കൺസെപ്റ്റ് ആണ് എപ്സിലോൺ നെയ്ബർഹുഡ്. എപ്സിലോൺ നെയ്ബർഹുഡ്. വാട്ട് ഡു യു മീൻ ബൈ നെയ്ബർഹുഡ്? നമ്മളെ റിയൽ സെൻസിൽ ആലോചിച്ചാൽ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവക്കത്തുള്ള ആൾക്കാരല്ലേ നമ്മൾ നെയ്ബർഹുഡ് എന്ന് പറയാം. നമ്മുടെ വീടിന്റെ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറേ വീട്ടുകാരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറവിലങ്ങാട്ട് വീടുള്ള ഒരാൾക്ക് കോട്ടയത്ത് വീടുള്ള ആള് നെയ്ബർഹുഡ് ആകത്തില്ല. എന്തുകൊണ്ടാ? ദാറ്റ് ഈസ് മെഷേർഡ് ബൈ ദ ഡിസ്റ്റൻസ്. കോട്ടയമായിട്ടുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. കുറവിലങ്ങാട് വീടുള്ള ആൾക്ക് കോഴായിലുള്ള വീടുള്ള ആളെ പോലും നമ്മൾ നെയ്ബർഹുഡ് എന്ന് പറയില്ല, അയാളുടെ തൊട്ട് ചുറ്റുവട്ടത്തുള്ള. അപ്പോൾ അങ്ങനെ ഡിസ്റ്റൻസ് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് എപ്സിലോൺ. ചെറുതാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നൊട്ടേഷനാണ് എപ്സിലോൺ. എപ്സിലോൺ ഡെൽറ്റ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ സ്മോൾ പോസിറ്റീവ് നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നൊട്ടേഷൻസ് ആണ് എപ്സിലോണും ഡെൽറ്റ. പോസിറ്റീവ് ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സിനെയും കൂടെ ഉദ്ദേശിച്ചാണ്. ഈ നെഗറ്റീവ് ആകാറില്ല ഈ നൊട്ടേഷൻസ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എപ്സിലോൺ കണ്ടാൽ ചെറുത് പോസിറ്റീവ്, അല്ലെങ്കിൽ നമുക്ക് എക്സ് എന്നോ വൈ എന്നോ കെ എന്നോ ഒക്കെ ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ ചെറുതാണ് പോസിറ്റീവ് ആണെന്ന് കാണിക്കാനാണ് എപ്സിലോൺ എന്നുള്ള നൊട്ടേഷൻ. വാട്ട് വിൽ ബി ദ നെയ്ബർഹുഡ്? അടുത്തടുത്താകുമ്പോഴാണ് നെയ്ബർഹുഡ് എന്ന് പറയും. ഇന്ത്യയും പാകിസ്ഥാനും ബോർഡർ വെച്ച് ആലോചിക്കുമ്പോൾ ബോർഡർ തൊട്ടടുത്താണ്. അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും നെയ്ബർഹുഡ്സ് ആണ്. ഇന്ത്യയും നേപ്പാളും നെയ്ബർഹുഡ്സ് ആണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനും, പാകിസ്ഥാൻ കഴിഞ്ഞ അഫ്ഗാനിസ്ഥാൻ. നമുക്ക് കോമൺ ആയിട്ട് ബോർഡർ ഇല്ല, അതുകൊണ്ട് നെയ്ബർഹുഡിൽ പെട്ടതല്ല അഫ്ഗാനിസ്ഥാൻ. ഇപ്പൊ തൊട്ടടുത്തുള്ളത് അതാണ് ശ്രീലങ്ക. അന്നേരം അതിനിടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് അത് നെയ്ബർഹുഡിൽ പെടുത്തണം. ഈസ് ഡിറ്റർമിൻ ബൈ ദ ഡിസ്റ്റൻസ്. ഏത് ഡിസ്റ്റൻസ് ഉപയോഗിച്ചാണോ നമ്മൾ മെഷർ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ നെയ്ബർഹുഡിനെ പറയുക. കുറവിലങ്ങാട്ടുനിന്ന് കോഴ വരെ നെയ്ബർഹുഡിൽ ഉൾപ്പെടുത്തണോ, അതോ കുറവിലങ്ങാട്ടുനിന്ന് പള്ളിക്ക് ചുറ്റുമുള്ളത് മതിയോ നെയ്ബർഹുഡിൽ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളുടെ ഡിസ്റ്റൻസ് അനുസരിച്ചാണ്. ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് ഡിനോട്ടഡ് ബൈ എപ്സിലോൺ. ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ is a member of the real line, a element of R, and epsilon is greater than 0 and very small. Then epsilon neighborhood of A is denoted by ഒരു സെറ്റിന്റെ നൊട്ടേഷൻ വി എന്ന് എഴുതുന്നേ ഉള്ളൂ.
ചിലയിടത്തൊക്കെ n ഉപയോഗിച്ച് എഴുതാറുണ്ട്. ഇവിടെ എഴുതുന്നത് വി എപ്സിലോൺ ആണ് ഡിസ്റ്റൻസ് എന്നറിയാൻ അത് അവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. ആരുടെയാണ്? എയുടെയാണ്. അതുകൊണ്ട് വി എപ്സിലോൺ ഓഫ് എ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ പോയിന്റ്സ് ഓഫ് ദ റിയൽ ലൈൻ such that the distance between that point and a is less than a. ഒരു പോയിന്റിനെ വി എപ്സിലോൺ എ അല്ലെ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അത് റിയൽ ലൈനിൽ ഒരു പോയിന്റ് ആയിരിക്കണം. അത് എയുമായിട്ട് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് എപ്സിലോണിൽ താഴെ ആയിരിക്കണം. അപ്പോൾ ഇത്രേ എപ്സിലോൺ ഞാൻ ഈ ഡിസ്റ്റൻസ് എന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഇത്രയേ ഉള്ളൂ, ചെറുതാ, പോസിറ്റീവാ. അപ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, രണ്ട് സൈഡിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. റിയൽ ലൈനിലായതുകൊണ്ട് രണ്ട് സൈഡിലേ ഉള്ളൂ. 2 ഡയമെൻഷണൽ പ്ലെയിനിലാണെങ്കിൽ 4 സൈഡിലേക്കും വരും. ഇപ്പോൾ സർക്കുലർ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ റിയൽ ലൈനാണ് പഠിക്കുക, അതുകൊണ്ട് 2 സൈഡേ ഉള്ളൂ. റൈറ്റ് സൈഡിലേക്ക് എപ്സിലോൺ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാം, ലെഫ്റ്റ് സൈഡിലേക്ക് എപ്സിലോൺ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാം. അപ്പോൾ ഈ പോയിന്റ് എപ്സിലോൺ നെയ്ബർഹുഡിൽ വരുമോ? ഇതാണ് നമ്മുടെ എപ്സിലോൺ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഈ പോയിന്റും എയുമായിട്ടുള്ള ഇതിനെ ബി, എയുമായിട്ടുള്ള ഡിസ്റ്റൻസ് മോഡുലസ് നമുക്ക് മെഷർ ചെയ്യാം. മോഡുലസ് ഓഫ് എ മൈനസ് ബി നമുക്ക് കാണുമ്പോഴേ അറിയാം. ഇത്രയേ ഉള്ളൂ എപ്സിലോൺ. ഈസ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ. എപ്സിലോണിനേക്കാളും ചെറുതല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ പോയിന്റ് ബി നോട്ട് ആൻ എലമെന്റ് ഓഫ് വി എപ്സിലോൺ ഓഫ് എ. ബി നോട്ട് ആൻ എലമെന്റ് ഓഫ് വി എപ്സിലോൺ ഓഫ് എ. പക്ഷെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ബി മാർക്ക് ചെയ്യുക. ആ ബി ആണെങ്കിൽ എന്താ? ഈ ഡിസ്റ്റൻസിലും താഴെയാ. അപ്പോൾ അത് എപ്സിലോൺ നെയ്ബർഹുഡ്. ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടം വരെ പോകും. ആ ഡിസ്റ്റൻസ് ഉള്ള പോയിന്റ്സ് റൈറ്റ് സൈഡിൽ ഇവിടെ വരെ വരും. ആ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നില്ല, എപ്സിലോൺ ഡിസ്റ്റൻസ് ഉള്ള പോയിന്റ് എടുക്കുന്നില്ല, അതിൽ താഴെയുള്ളത് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കും അത്രയും തന്നെ, ഏകദേശം നല്ല കൃത്യം അത്രയും തന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് എപ്സിലോൺ ഡിസ്റ്റൻസ് ഉള്ള പോയിന്റ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പൺ ഇന്റർവെല്ലിലെ പോയിന്റ്സ് എപ്സിലോൺ ഈ ഡിസ്റ്റൻസ് ആയിട്ട് മെഷർ ചെയ്യുവാണെങ്കിൽ എയും ഈ പോയിന്റും ഇപ്പോൾ ലാസ്റ്റ് ഞാൻ മാർക്ക് ചെയ്യുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോൺ ആണ്. ആ പോയിന്റിന് എടുക്കത്തില്ല. എപ്സിലോണിൽ താഴെ ഡിസ്റ്റൻസ് ഉള്ള പോയിന്റ്സ് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും എയും ആ നമ്പറും റിയൽ നമ്പറും തമ്മിലുള്ള മോഡുലസ് എപ്സിലോണിൽ താഴെയാകുകയാണെങ്കിൽ അത്തരം നമ്പേഴ്സിനെയാണ് നമ്മൾ എപ്സിലോൺ നെയ്ബർഹുഡിൽ ഉൾപ്പെടുത്തുക. ഓർ ദ ഒഫീഷ്യൽ ഡെഫിനിഷൻ വി എപ്സിലോൺ ഓഫ് എ ഈക്വൽ ടു എവിടുത്തെ റിയൽ ലൈനിലെ പോയിന്റ്സ്. റിയൽ ലൈനിലെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സിനെയൊക്കെ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് പോയിന്റ് ആൻഡ് എ. എക്സ് എന്ന പോയിന്റിനെ വിളിച്ചത്. ഇതിൻ്റെ അകത്ത് വേണോ വേണ്ടയോ എന്ന് വി ബി പോലെ ഇതിൻ്റെ അകത്ത് വേണോ വേണ്ടയോ എന്ന് നമ്മൾ ആലോചിക്കുന്ന പോയിന്റ്സിനെ വേരിയബിൾ നൊട്ടേഷനിൽ എക്സ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ആ എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ മോഡുലസ് ഉപയോഗിക്കാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതിനാണ്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ. എക്സ് എവിടെ വേണേലും ആയിക്കോട്ടെ, റിയൽ ലൈൻ ഇവിടെ ആയിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ, ആ പോയിന്റും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. മെഷർ ചെയ്ത് കഴിയുമ്പോൾ ബിയിൽ സംഭവിച്ചതുപോലെ അത് എപ്സിലോണിനേക്കാളും താഴെ അല്ലെങ്കിൽ ആ പോയിന്റിനെ വി എപ്സിലോൺ എയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇനി നമ്മൾ രണ്ടാമതൊക്കെ പരിഗണിച്ച പോയിന്റ് പോലെ എപ്സിലോണിൽ താഴെ ഡിസ്റ്റൻസ് ഉള്ള പോയിന്റ്സ് ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എപ്സിലോൺ. ദെൻ ദാറ്റ് point is included in the neighborhood of a. V epsilon of a equal to collection of all points in the real line such that the distance between that point x and epsilon neighborhood of a. എയുടെ നെയ്ബർഹുഡ്, എൻ്റെ നെയ്ബർഹുഡാ പറയുന്നെങ്കിൽ ഞാൻ ആ സെന്റർ കണ്ടോ, സെന്റർ അല്ലേ, റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒരേ ഡിസ്റ്റൻസ്. എൻ്റെ വീടിന് ചുറ്റും കൃത്യ അകലത്തിലുള്ള എത്രയാ 100 മീറ്റർ അകലത്തിലുള്ള വീട്ടുകാരെയൊക്കെയാണ്. അപ്പം എൻ്റെ വീടാ സെന്റർ. 100 മീറ്റർ അകലത്തിലുള്ള വീട്ടുകാരെയൊക്കെയാണ് ഞാൻ എൻ്റെ നെയ്ബർഹുഡിൽ ഉൾപ്പെടുത്തുക. 100 മീറ്റർ ആണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്ന് ഈ എപ്സിലോണിനെ ഡിപ്പെൻഡ്. അതാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് എപ്സിലോൺ. 0.2 എന്ന് വേണോ 1 എന്ന് വേണോ എന്താ കൊടുക്കേണ്ടതെന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് എപ്സിലോണിനെ ഉപയോഗിക്കുക. സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ബൈ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ്. ഇതിനെ നിങ്ങൾക്കറിയാം ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന്. മൈനസ് എ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ. ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിനുള്ള കാരണം നിങ്ങൾ കണ്ടുപിടിക്കുക. അത് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ഇംപ്ലൈസ്. ഇത് മോഡുലസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. മൈനസ് എപ്സിലോണിനും എപ്സിലോണിനും ഇടയ്ക്ക് എക്സ് മൈനസ് എ കിടക്കും. അതിൽ നിന്ന് എക്സ് എ മൈനസ് എപ്സിലോണിനും എ പ്ലസ് എപ്സിലോണിനും ഇടയ്ക്ക് കിടക്കും എന്ന് പറയാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പ് ഒരു അസൈൻമെന്റ് ആയിട്ട് ടെക്സ്റ്റിന്റെ പുറകിൽ ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ തരാം, നിങ്ങൾ അത് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എ മൈനസ് എപ്സിലോൺ എ പ്ലസ് എപ്സിലോൺ ഓപ്പൺ ഇന്റർവൽ.
അല്ലയോ?